കുട്ടികളെപ്പോഴും ഫോണിലാണ്, ഗാഡ്ജറ്റ് അഡിക്ഷനാണ്, ഗെയിം അഡിക്ഷനാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരൻസാണ് നിരന്തരമായിട്ട് വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരേ കാര്യം തന്നെ ഞാൻ അവരോടൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്കൊരു വാല്യൂവും ഡിഗ്നിറ്റിയും റെസ്പെക്റ്റും ഒക്കെ കൊടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അവരിന്ന് മോശപ്പെട്ട ഒരവസ്ഥയിൽ നിൽക്കുന്നെങ്കിൽ നമ്മുടെ പേരൻറ്റിങ്ങിൻ്റെ റിസൾട്ടാണ്. അവരിന്ന് അഡിക്റ്റഡായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേരൻറ്റിങ്ങിൻ്റെ ഒരു റിസൾട്ടാണ്, നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ഒരു റിസൾട്ടാണ്. ഇന്ന് അവരായിരിക്കുന്ന അവസ്ഥയ്ക്ക് കാരണം നമ്മളാണ്. ഇനി അതിൽ നിന്ന് അവരെ മാറ്റിക്കൊണ്ട് വരണമെങ്കിൽ നമ്മളിലാണ് മാറ്റങ്ങളൊക്കെ ഉണ്ടാവേണ്ടത്. അതിനുവേണ്ടി പേരൻസ് നന്നായിട്ട് പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അവരോട് ഇടപെടാനും അവരെ അതിൽ നിന്ന് റിവേഴ്സ് ചെയ്യാനും ശ്രമിക്കുക. ഇത് മാത്രമേ നമുക്ക് ചെയ്യാവുള്ളൂ. അല്ലാതെ പേരൻ്റ് എല്ലാം ഓക്കെ ആണെന്നും കുട്ടിയാണ് എല്ലാ കുഴപ്പമെന്നും പറഞ്ഞിട്ടോ വലിയൊരു ഈഗോ സെൻട്രിക് ആയിട്ടിരുന്നാൽ കുട്ടികളിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇതൊക്കെ ബലം പ്രയോഗിച്ച് കുട്ടികളെ ഇതിൽ നിന്ന് മാറ്റാമെന്നൊന്നും വിചാരിച്ചാൽ നടക്കാൻ പോകുന്നില്ല. പിന്നെ ചില കുട്ടികൾക്കൊക്കെ അത് സൈക്കോളജിക്കലായിട്ടും ന്യൂറോളജിക്കലായിട്ടും ഒക്കെയുള്ള പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കും. ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റോ ഒക്കെ വേണ്ടി വന്നേക്കാം. അപ്പോൾ എന്താണ് കാര്യങ്ങളെന്നൊക്കെ ക്ലിയറായിട്ട് മനസ്സിലാക്കി അവരുടെ ഇടയിൽ ഇടപെടാനായിട്ട് ശ്രമിക്കുക. അവരെ മാറ്റിക്കൊണ്ടുവരാനും അവരെ മിടുക്കരാക്കാനും നമുക്ക് കഴിയണം. നമുക്ക് നഷ്ടപ്പെടുത്തി കളയാനും ഒരു കുട്ടി പോലും ഇല്ല. ഇന്ന് ധാരാളം കുട്ടികൾ, പ്രത്യേകിച്ച് അഡോളസൻസിൽ, യൂത്ത് ഏജിലൊക്കെയുള്ള കുട്ടികളുടെ പേരൻസ് ഒരുപാട് പേര് കംപ്ലയിൻ്റ് ചെയ്യുന്നൊരു കാര്യമാണ് കുട്ടികളിൽ ഈ ഗാഡ്ജറ്റ് അഡിക്ഷൻ ഭയങ്കരമായിട്ടുണ്ട്. 24 മണിക്കൂറും ഫോണിലാണ്, പഠിക്കാൻ യാതൊരു താല്പര്യമില്ല, ഫോണില്ലാത്തപ്പോൾ ഭയങ്കര ദേഷ്യമാണ്, പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല, ഉറക്കമില്ല, വിശപ്പില്ല, സ്കൂളിൽ പോകുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഈ ഗാഡ്ജറ്റ് അഡിക്ഷൻ്റെ ചുറ്റുമാണ്, അല്ലെങ്കിൽ ഈ സ്ക്രീൻ ടൈം കൂടുന്നതിൻ്റെ ചുറ്റുമാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരുപാട് പേര് എന്നോട് നിരന്തരമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി ചോദിക്കാറുണ്ട്. പേരൻസ് ചോദിക്കാറുണ്ട്, ടീച്ചേഴ്സ് ചോദിക്കാറുണ്ട്. നമ്മളെപ്പോഴും എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് വറീഡാകുന്ന ആൾക്കാരാണ്. നമുക്ക് വറിയല്ല വേണ്ടത്. ഇൻസ്റ്റഡ് നമുക്ക് വേണ്ടത് ഒരു പ്ലാനിങ് ആണ്. എങ്ങനെയാണ് കുട്ടികളെ സമഗ്രമായി വളർത്തിയെടുക്കുന്നത്? ഇതിന് വിദ്യാഭ്യാസത്തിലും പാരൻറ്റിങ്ങിലും ഒരുപാട് മാറ്റങ്ങൾ കാലം ആവശ്യപ്പെടുന്നുണ്ട്. നമ്മളെല്ലാത്തിനും കുറ്റം പറയുന്ന കോവിഡിനെയാണ്. കോവിഡ് വന്നതുകൊണ്ടാണ് കുട്ടികളുടെ കയ്യിൽ ഈ ഗാഡ്ജറ്റ്സ് ഒക്കെ വന്നത്, അല്ലെങ്കിൽ ഈ സ്ക്രീൻ അഡിക്ഷനൊക്കെ വരാൻ കാരണമായത്. കോവിഡിന് മുമ്പ് എല്ലാം ഓക്കെ ആയിരുന്നു. അങ്ങനെയൊന്നുമല്ല. കോവിഡിന് മുമ്പും കുട്ടികൾക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ സ്ക്രീൻ അഡിക്ഷൻ അല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള ആസക്തികളിലും കുട്ടികൾ പോയി വീഴുന്നുണ്ടായിരുന്നു. അന്നും പഠിക്കാത്ത കുട്ടികളുണ്ടായിരുന്നു, പ്രശ്നക്കാരായിട്ടുള്ള കുട്ടികളുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പിന്നെ കാലം മാറുന്നതിനനുസരിച്ച് ഒരുപാട് കോംപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കോവിഡിന് ശേഷമുള്ള കാലത്ത് ഒരു പ്രശ്നം വന്ന് അതിൽ നിന്ന് ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ കുട്ടികളെ എങ്ങനെയാണ് അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരേണ്ടത്, അതിനെ എങ്ങനെയൊന്ന് റിവേഴ്സ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് സൊസൈറ്റി ചിന്തിച്ചുമില്ല. കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഈ ഗാഡ്ജറ്റുകളുടെയും മറ്റുമൊക്കെ വിപണനം ധാരാളമായിട്ട് കൂടി. ഈ സ്മാർട്ട് ക്ലാസ് റൂം എന്നൊക്കെ പറയുന്ന വലിയൊരു സംഭവമാക്കി കൊണ്ടുവന്ന് എല്ലാ സ്കൂളിലും, എന്തിനാ പറയുന്നത്, പൊതുവിദ്യാലയങ്ങളിൽ വരെ സ്ക്രീനുകൾ അങ്ങ് കൂട്ടുകയാണ്. അപ്പോൾ സ്ക്രീനുകൾ കൂട്ടിക്കൊണ്ടുവരുന്നു. മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം, അല്ലെങ്കിൽ നെറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൂട്ടാനാണ് ശ്രമിച്ചത്. ഒരുപക്ഷെ നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടണമായിരുന്നെങ്കിൽ നമ്മുടെ രാജ്യം തന്നെ കുട്ടികളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് നമ്മൾ കുറച്ചുകൂടെ ഒരു ക്ലാസിക്കൽ ലെവലിലുള്ള ഒരു ലേണിംഗ്, ഒരു 5ാം ക്ലാസ് വരെയെങ്കിലും നമുക്ക് ചെയ്യാമായിരുന്നു. അതിന് പകരം LKG കുട്ടികളെ വരെ സ്ക്രീനിൻ്റെ മുമ്പിലേക്ക് തള്ളിയിട്ട് കൊടുക്കുന്ന, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് TV കണ്ടിട്ട് പോകുന്ന കുഞ്ഞുങ്ങളെ സ്കൂളിൽ ഇരുത്തി TV കാണിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത് സത്യം പറഞ്ഞാൽ നമുക്കൊരു നാഷണൽ പോളിസി ഇക്കാര്യത്തിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഒരു സ്റ്റേറ്റും അതിന് വേണ്ട തീരുമാനങ്ങൾ എടുത്തില്ല. അപ്പോൾ സ്കൂളുകളിലെല്ലാം തന്നെ ഒരു ഇൻ്റർനെറ്റ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് തന്നെയാണ്, ഗൂഗിൾ ഡിപ്പെൻഡൻ്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ പോകുന്നു. ഇപ്പോൾ കുട്ടികളൊക്കെ ChatGPTയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് വന്നു. ഇതിനകത്ത് നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് കൊച്ചു കുട്ടികളെയെങ്കിലും നമ്മൾ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ച് മാതാപിതാക്കളോട് പറയാനുള്ള ഒരു കാര്യം, ഇത് ഈ ഗാഡ്ജറ്റ് ഒരു ടോയ് അല്ല. അതുകൊണ്ട് തന്നെ കുട്ടികളെ ഇത് കാണിച്ച് ആഹാരം കഴിപ്പിക്കുക, ഇത് കാണിച്ച് അടക്കിയിരുത്തുക, ഇത് കാണിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ റീൽസ് കാണാൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കുക, ഇങ്ങനെയുള്ള രീതിയിലുള്ള പേരൻസ് ഇത്തരം കുട്ടികളെ നാളെ വലിയ അഡിക്റ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റേജിൽ, അല്ലെങ്കിൽ ഭയങ്കര ഈ സ്ക്രീൻ ഡിപ്പെൻഡൻ്റ് ആയിട്ട് നാളെ കണ്ടെങ്കിൽ പിന്നെ കിടന്ന് കയ്യും കാലും ഇട്ടടിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട്
മാതാപിതാക്കൾ ചെയ്യേണ്ട ഒരു കാര്യം കുട്ടികളെ ഫിസിക്കലായിട്ട് എൻഗേജ് ചെയ്യാനും അവരെ നല്ല ബന്ധങ്ങൾ അതുപോലെയുള്ള കഥ പറഞ്ഞു കൊടുക്കുക, അവരുമായിട്ട് കളിക്കുക, അവരെ എല്ലായിടത്തും നടക്കാൻ കൊണ്ടുപോകുക, ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകിച്ച് അപ്പൂമ്മനും അമ്മൂമ്മയായിട്ടൊക്കെയുള്ള ഇൻട്രാക്ഷൻസ് ഇതൊക്കെ കൂട്ടി കുട്ടികളുടെ ജീവിതത്തിൽ ഈ സ്ക്രീനിൻ്റെ ഉപയോഗത്തിനുള്ള സാധ്യതകളെ തീരെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഒരു കാര്യം നമുക്ക് ചെയ്യാവുന്നത്. ഭക്ഷണം കൊടുക്കാനായിട്ട് ഒരു കാരണവശാലും നമുക്ക് ഈ സ്ക്രീനിൻ്റെ ആവശ്യമില്ല. നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കുട്ടികളെ സന്തോഷത്തോടെ ആഹാരം കഴിപ്പിക്കണം. അതിനൊക്കെ ക്ഷമ വേണം, അതിനൊക്കെ സമയം കണ്ടെത്തണം. അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന മാതാപിതാക്കൾക്കാണ് പിന്നീട് അതിൻ്റെ മേന്മ ലഭിക്കുന്നത്. നേരെ കുറച്ച് ഇപ്പോൾ നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സൗകര്യത്തിൻ്റെ പുറകിന് നമ്മൾ പോയാൽ നാളെ നമുക്ക് ദൂരവ്യാപകമായി ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും. അത് അനുഭവിച്ചോളുക, അത്രേ പറയാനുള്ളൂ. ഇനി അഡോളസൻസിലേക്ക് വരുന്ന കുട്ടികളെ സംബന്ധിച്ച് അവിടെയും നമുക്ക് ഒരുപാട് ഫലപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് കുട്ടികളുമായിട്ട് ഇമോഷണലി കൂടുതൽ കണക്റ്റഡ് ആയിരിക്കാൻ ശ്രമിക്കുക, അവരെ മനസ്സിലാക്കുക. ഇപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് സ്കൂളിൽ ഭയങ്കര പ്രഷർ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ട്യൂഷന്, കോച്ചിങ്, അവരുടെ പഠിത്തം, മാർക്ക്, ഗ്രേഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രം കുട്ടികളെ തളച്ചിടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ സ്കൂൾ ടൈമൊക്കെ കൂട്ടാനാണ് ശ്രമിക്കുന്നത്. എന്തിനാണ് സ്കൂൾ ടൈം കൂട്ടുന്നത്? ഉള്ള സമയം തന്നെ ഇഫക്റ്റീവായിട്ട് ഉപയോഗിച്ച് കുട്ടികൾക്ക് കൂടുതൽ കളിക്കാനും കലാപരമായിട്ട്, കായികപരമായിട്ട്, സാംസ്കാരികപരമായിട്ട്, അതുപോലെ തന്നെ സുഹൃത്ത് ബന്ധങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ പരിപോഷിപ്പിക്കുക. നമ്മുടെ പൊതു കളിയിടങ്ങൾ തന്നെ എല്ലാം ഒന്ന് റീചാർജ് ചെയ്ത് കൊണ്ടുവന്നാൽ തന്നെ ഇത്തരം അഡിക്ഷൻസൊക്കെ ഒത്തിരി കുറയും. കുട്ടികൾ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഓടിച്ചാടി കളിക്കാനുള്ള അവസരങ്ങൾ, ഇനി അത് സ്കൂളുകളിൽ തന്നെ ഒരു 6 മണി വരെ കുട്ടികൾക്ക് നിന്ന് കളിക്കാൻ അവസരങ്ങൾ, സ്കൂൾ ടൈമൊക്കെ കുറച്ചുകൂടെ ഒന്ന് ലിമിറ്റ് ചെയ്തിട്ട് അവർക്ക് കളിക്കാനും കൂടെയുള്ള അവസരങ്ങൾ, സൗഹൃദങ്ങൾക്കുള്ള അവസരങ്ങൾ, ഇൻട്രാക്ഷൻസ്, ആക്ടിവിറ്റീസ് ഒക്കെ കൂട്ടുക. അവരുമായി നല്ല ബന്ധങ്ങൾ, അധ്യാപകർക്കും എനിക്കൊന്ന് റിലേഷൻഷിപ്പ് ടീച്ചിങ്ങിൻ്റെ കാലമായി കുട്ടികളെ ഓരോരുത്തരെയും മനസ്സിലാക്കി അവരുമായിട്ടൊന്ന് ഇടപെട്ട് അവരുമായിട്ട് ബന്ധങ്ങൾ സൃഷ്ടിച്ചൊക്കെ പഠിപ്പിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ വെറും മെക്കാനിക്കലായിട്ട് ടെക്നിക്കലായിട്ട് വിദ്യാഭ്യാസവും പാരൻറ്റിങ്ങും ഒക്കെ പോയാൽ ഇതിൻ്റെ പരിണത പലത് തന്നെയാണ്. കാരണം കുട്ടികൾ എന്തുകൊണ്ടാണ് ഗാഡ്ജറ്റിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് വെച്ചാൽ അവർക്ക് വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടും അവരുമായിട്ട് ഇടപെടാൻ വൈബുള്ള മനുഷ്യരില്ലാത്തതുകൊണ്ടും അവർക്ക് ആക്ടിവിറ്റീസ് ഇല്ലാത്തതുകൊണ്ടും ഒക്കെ തന്നെയാണ്. പിന്നെ അഡിക്ഷൻ ഒരു ന്യൂറോ സൈക്കോ ഇഷ്യൂ ആയിട്ടുള്ള ഒരു മൈനോറിറ്റി ഇവിടെയുണ്ട്. അവർക്ക് ട്രീറ്റ്മെൻറ്റൊക്കെ വേണ്ടി വരും. അതൊരു കുറച്ച് കുട്ടികൾ മാത്രമാണ്. ബാക്കിയൊക്കെ ഇങ്ങനെയുള്ള അവസരങ്ങൾ കൂടുന്നത് കൊണ്ട് അതൊരു ആസക്തിയായി മാറിപ്പോകുന്നതാണ്. അവരെയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന കുട്ടികളാണ്. അപ്പോൾ അത്തരം കുട്ടികളെ നമുക്ക് റിവേഴ്സ് ചെയ്യണമെങ്കിൽ അവർക്ക് നല്ലൊരു എൻവയോൺമെൻറ്റ് വളരാനായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. മാതാപിതാക്കളുടെ മെൻ്റൽ ഹെൽത്തും മാതാപിതാക്കളുടെ സന്തോഷവും ഒക്കെ വളരെ പ്രധാനമാണ്. ഹാപ്പി ആയിട്ടുള്ള പേരൻസിനാണ് ഹാപ്പി ആയിട്ടുള്ള കുട്ടികളെ കിട്ടുള്ളൂ. ഹാപ്പി ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർ ഇത്തരം ആസക്തികളുടെ പുറകിനൊക്കെ അധികം പോകില്ല. കുറച്ചൊക്കെ എല്ലാ കുട്ടികൾക്കും ഇതൊക്കെ ഉണ്ടാവും. പിന്നെ വീട്ടിലൊരു അച്ചടക്കവും ക്രമവും ചിട്ടയും ഒക്കെ ചെറിയ പ്രായം മുതലേ മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിനു മുമ്പുള്ള വീഡിയോസൊക്കെ അതിനെപ്പറ്റി പറയുന്നുണ്ട്, എങ്ങനെയാണ് ഒരു ഡിസിപ്ലിൻ കുട്ടികളിലേക്ക് കൊണ്ടുവരുന്നത്. ഇതിനു മുമ്പുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് എടുത്ത് കാണാം. അപ്പോൾ ചെറിയ പ്രായം മുതൽ തന്നെ വീട്ടിലൊരു അച്ചടക്കവും ചിട്ടയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പഠിക്കാനൊരു സമയമുണ്ട്, കളിക്കാനൊരു സമയമുണ്ട്, ഇനി ടി വി കാണണമെങ്കിൽ ഇച്ചിരി സമയമുണ്ട്, അവർക്ക് സൗഹൃദങ്ങളുണ്ട്, എല്ലാത്തിനുമുള്ള ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ അതൊരു ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻ്റ് ആണ്. ഒരു കുട്ടിയുടെ എല്ലാ ഫാക്കൽറ്റിയും ഒരുമിച്ച് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എല്ലാത്തരം കാര്യങ്ങളിലും ഒരു പാർട്ടിസിപ്പേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് കുട്ടികൾ പോവില്ല. ഇതെന്താണ്? വേറെ ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല. ബാക്കി ഫാക്കൽറ്റീസ് എല്ലാം കുട്ടിയെ സംബന്ധിച്ച് ഡള്ളാണ്. അപ്പോൾ ആകെയുള്ളത് ഇതാണ്. പ്രത്യേകിച്ച് പേഴ്സണാലിറ്റി കുറഞ്ഞ കുട്ടികൾ, ആത്മവിശ്വാസം കുറഞ്ഞ കുട്ടികൾ, ഒരു അഭിമാനമില്ലാത്ത കുട്ടികൾ, മനുഷ്യരുമായിട്ട് ഇടപെടാനും റിലേഷൻഷിപ്പ് സ്കില്ലും ഒക്കെ കുറഞ്ഞ കുട്ടികൾ, കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞ കുട്ടികൾ, ഇത്തരം കുട്ടികളൊക്കെയാണ് കൂടുതലും ഇതുപോലുള്ള സ്ക്രീൻ അഡിക്ഷനിലേക്ക് ഇപ്പോൾ കൂടുന്നത്. അത് പെൺകുട്ടികളെ എടുത്ത് നോക്കുക. പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള നല്ല സൗഹൃദങ്ങളൊന്നും അവർക്കില്ല, നല്ല ആക്ടിവിറ്റീസൊന്നുമില്ല. അപ്പോൾ എന്താണ് ഇതുപോലുള്ള റീലുകൾ കാണുക, കൊറിയൻ ഇതിൻ്റെ പുറകിന് പോവുക, ചൈനയുടെ പുറകിന് പോവുക, ഇതൊക്കെ പോയിട്ട് ഈ കുട്ടികളൊക്കെ അതിനകത്തങ്ങ് ആസക്തി പൂണ്ട് അതുപോലുള്ളൊക്കെ ഡ്രസ്സൊക്കെ ധരിച്ച് അതേപോലുള്ള സംസാരങ്ങൾ, അതേപോലുള്ള ചില ഫ്രണ്ട്ഷിപ്പുകൾ, പിന്നെ അതിലൂടെ പിന്നെ സംഭവിക്കുന്ന അപകടങ്ങൾ, ഇതെല്ലാം സംഭവിക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം കാരണം എവിടെയാണെന്ന് ചോദിച്ചാൽ പെൺകുട്ടികളുമായിട്ടൊക്കെ നല്ല ആരോഗ്യപരമായ ഒരു ഡെവലപ്മെൻറ്റ് അവർക്ക് കൊടുക്കുക. അവർക്ക് ഓട്ടവും ചാട്ടവും കളികളും നല്ല ഫ്രണ്ട്ഷിപ്പ് ബന്ധങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ അയൽ ബന്ധങ്ങൾ, അതുപോലെ ഇപ്പോൾ നമ്മുടെ ഒരു ഫാമിലി സർക്കിളിലെ ബന്ധങ്ങൾ, ഇതൊക്കെ വളരെ ആവശ്യമാണ്. ഇതെല്ലാം കുറഞ്ഞു വരികയാണ്, ഞാനും എൻ്റെ മക്കളും. അപ്പോൾ പിന്നെ അവർക്ക് ആകെയുള്ളൊരു വഴി എന്താ?
പിന്നെ മാതാപിതാക്കൾ തന്നെ കമ്മ്യൂണിക്കേറ്റീവ് ആണോ, മാതാപിതാക്കൾ നല്ല പേഴ്സണാലിറ്റി ഉള്ളവരാണോ, അവരുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെയാണോ, അവർക്ക് കൃത്യമായിട്ട് കുഞ്ഞുങ്ങളോട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയുന്നുണ്ടോ, കുട്ടികളുടെ ആവശ്യങ്ങളും അവരുടെ പ്രയോറിറ്റീസും ഒക്കെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്, അവരുടെ നീഡ്സ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അവരുടെ ഇഷ്യൂസ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ. സ്വാഭാവികമായിട്ട് ഇതൊക്കെ വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് അവർ ഡെവലപ്ഡ് ആയിട്ട് വരും. അവരെ നമുക്ക് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. സ്കൂളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെയും കുട്ടികളുടെ കുറ്റങ്ങൾ മാത്രമാണ് പലപ്പോഴും. ഈ കുറച്ച് പഠിക്കുന്ന കുട്ടികളുണ്ട്, അവരെ സംബന്ധിച്ച് അവരിതിനകത്തൊന്നും ആദ്യകാലങ്ങളിൽ വീഴാതൊക്കെ അങ്ങ് പോകുന്നുണ്ട്. പക്ഷേ ഒരു ശകലം പഠിത്തത്തിലൊക്കെ പുറകോട്ട് നിൽക്കുന്ന കുട്ടികളെ പിന്നെ ഒന്നിനും കൊള്ളാത്തവരാക്കി അങ്ങ് മാറ്റാൻ ശ്രമിക്കുന്നു. അത്തരം കുട്ടികൾ പിന്നെ എന്ത് ചെയ്യുന്നു, അവർക്ക് കിട്ടുന്ന അവർ ചേക്കേറുന്നത് ഇങ്ങനെയുള്ള ഇടങ്ങളിലേക്കാണ്. പിന്നെ അമിതമായ സമ്മർദ്ദം, പഠനം മാത്രം, കളിയില്ല, സൗഹൃദങ്ങളില്ല, ഒന്നുമില്ല, അത്തരം സമ്മർദ്ദങ്ങളിൽ വരുന്ന കുട്ടികൾ, ഒരുപാട് ട്യൂഷൻ, ഇതൊക്കെ വരുന്ന കുട്ടികൾ. അപ്പോൾ അവർ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഇത്തരം കാര്യങ്ങളിലേക്ക് അതൊക്കെ ഡൈവേർട്ട് ചെയ്ത് തുടങ്ങും. അത് പിന്നീട് ചിലപ്പോൾ ഒരു ആസക്തിയായിട്ട് മാറാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊക്കെ നമ്മൾ കുട്ടികളെ രക്ഷിച്ചെടുക്കുക. ഇനി യുവജനങ്ങളായി കഴിഞ്ഞാൽ അവർക്കുള്ള, ഇപ്പോൾ കോളേജിലൊക്കെ ചെല്ലുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് നല്ല ലക്ഷ്യബോധമുള്ള കുട്ടികളിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നില്ല. അവർക്ക് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിലെ മറ്റു കാര്യങ്ങളിലൊക്കെ ലഹരിയുള്ള കുട്ടികളെ സംബന്ധിച്ച് അവരിതിനകത്തൊന്നും അഡിക്റ്റഡ് ആയി പോകുന്നില്ല. അവർക്ക് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്, എന്തെങ്കിലും ഒരു ജോലിയോ ഉത്തരവാദിത്തങ്ങളോ ഒക്കെ അവർക്ക് കൊടുക്കുക. സാമൂഹികപരമായ പ്രവർത്തനങ്ങൾ, വായന, രാഷ്ട്രീയമായ ഇടപെടലൊക്കെയുള്ള കുട്ടികളെ സംബന്ധിച്ച് ഇത്തരം ആസക്തികളൊന്നും ഉണ്ടാകുന്നില്ല. നേരെ മറിച്ച് ഒരു യൂത്ത്ഫുൾ എനർജി ഫുള്ളായിട്ട് ഒരാളിൽ ഇങ്ങനെ അടക്കി വെച്ചിട്ട് എന്ത് ചെയ്യാനാണ് ചെറുപ്പക്കാർ, ഒരു ആക്ടിവിറ്റി ഇല്ല. കോളേജിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെയും ഈ വളരെ ബാരനായിട്ടുള്ള ഒരു ഇമോഷനും ഇല്ലാത്ത കുറേ ക്ലാസ്സുകൾ, അവിടെ ആരും കണക്റ്റഡ് ആവുന്നില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബന്ധങ്ങളും എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസും എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളൊക്കെ കുട്ടികളുടെ ജീവിതത്തിൽ കൂട്ടിയാൽ, ഇനി ഒന്നുമില്ലെങ്കിൽ ഈ ദുരഭിമാനമൊക്കെ കളഞ്ഞിട്ട് കുട്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലികൾക്ക് പറഞ്ഞുകൊണ്ട് അവരെന്തെങ്കിലുമൊക്കെ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യട്ടെ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ അവരെന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യട്ടെ, അവർക്കൊരു ചെറിയ ഇൻകം ഒക്കെ കൊടുത്ത് അതിൻ്റെ ഒരു എസ്റ്റീമൊക്കെ അവർക്കുണ്ടാകുന്നു. അതൊക്കെ വെച്ചിട്ട് അവർ പല കാര്യങ്ങളിൽ ഇടപെടുന്നു. ഇതൊക്കെ വളരെ മനോഹരമായിട്ട് മാറുന്ന കാര്യങ്ങളാണ്. അതിനൊക്കെയുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുക. നമ്മുടെ ഈ ചട്ടപ്പൊടി ജീവിത രീതികൾ ഇനി മുമ്പോട്ട് പോകത്തില്ല. കുറേ ഡോക്ടറോ എഞ്ചിനീയറോ ആക്കാൻ മാത്രമുള്ള ഒരു പ്രവർത്തനം, അതുപോലെ തന്നെ പഠിക്കാത്ത കുട്ടികളെല്ലാം മണ്ടന്മാരാണെന്ന് ചിത്രീകരിക്കുന്ന, അല്ലെ കൊള്ളരുതാത്തവരാണെന്ന് ചിത്രീകരിക്കുന്ന ഒരു രീതി, ഒരു പെർഫോമൻസിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടുള്ള സ്നേഹം ഒക്കെ, പിന്നെ കുട്ടികളുടെ മാനസിക കാര്യങ്ങൾ, വൈകാരിക കാര്യങ്ങൾ, അവരുടെ ക്യാരക്ടർ, അവരുടെ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കാതുള്ള വളരെ വളരെ എന്താ പറയുക, വളരെ റിജിഡായിട്ടുള്ള അവരോടുള്ള ഇടപെടലുകൾ, ഇതൊക്കെയാണ് കുട്ടികൾക്ക് ഇന്ന് ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന കാര്യം. പല കുട്ടികളും പറയുന്നത് ഞങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ല. അത് അവരുടെ ഒരു ഒരു ക്രൈ ആയി മാറിയിരിക്കുകയാണ്. അവരെ ആരും മനസ്സിലാക്കുന്നില്ല. ആരാണ് ആ കുട്ടികളെ മനസ്സിലാക്കേണ്ടത്? നമ്മളുടെ ഉത്തരവാദിത്തമാണ് അവരെ മനസ്സിലാക്കുക എന്നുള്ളത്. അവരെ ഇമോഷണലിയും സൈക്കോളജിക്കലിയും ഫിസിക്കലിയും ഒക്കെ അവരെ ഹെൽത്തി ആക്കി എടുക്കാനും അവരെ ഇൻ്റഗ്രേറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാനും സ്കൂളും പാരൻറ്റിങ്ങും ഒരുമിച്ച് ശ്രമിച്ചാൽ വലിയ മാറ്റങ്ങളുണ്ടാകും. ഞാൻ മിഡിൽ ഈസ്റ്റിലൊക്കെ കുട്ടികളെ നോക്കിയാൽ അവരെല്ലാം ഗാഡ്ജറ്റ് അഡിക്റ്റഡ് ആണ്, നല്ലൊരു ശതമാനം. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ സ്കൂളൊക്കെ വളരെ ഒരു താല്പര്യവും കുട്ടികൾക്ക് കിട്ടാത്ത, പ്രത്യേകിച്ച് ബോയ്സ്, ഈ ടീനേജ് ബോയ്സൊക്കെ അവരങ്ങ് തീരെ നിഗ്ലക്റ്റഡായി പോകുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. പേരൻസിന് എല്ലാവരെക്കുറിച്ച് കംപ്ലയിൻ്റാണ്, ടീച്ചേഴ്സിന് കംപ്ലയിൻസാണ്. അപ്പോൾ കുട്ടികളങ്ങ് വല്ലാതാവുകയാണ്. എന്നിട്ട് കുട്ടികളുടെ പ്രോബ്ലം ആണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. കുറച്ചുകൂടെയൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ സ്കൂൾ സിസ്റ്റമൊക്കെ കൊണ്ടുവരാനും, കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പേരൻസിനെ അവരെ ഒന്ന് കൈകാര്യം ചെയ്യാനും, അവരുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു എന്തൂസിയാസം, ഒരു സ്പിരിറ്റും ഒരു ഹാപ്പിനെസ്സും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ, നമ്മൾ കുറച്ചുകൂടി ഒരു വൈബൊക്കെ അവരുമായിട്ടുള്ള ബന്ധത്തിൽ സൃഷ്ടിക്കാനൊക്കെ പേരൻസും ടീച്ചേഴ്സും ഒക്കെ ശ്രമിച്ചാൽ വലിയ മാറ്റങ്ങൾ കുട്ടികളിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അവർക്കൊരു ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റാണ് ആവശ്യം. അവരെ ഹാപ്പിയാണെന്ന് തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയണം. അവർ ഹാപ്പി അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തണം, ആ കാരണങ്ങൾ പരിഹരിക്കാനായിട്ട് ഇടപെടണം. ഇവിടെയാണ് കൗൺസിലിംഗ് പോലുള്ള, അല്ലെ സൈക്കോളജിക്കൽ തെറാപ്പി, അതുപോലെ തന്നെ മെഡിക്കൽ, ഡോക്ടേഴ്സ് പോലും ചിലപ്പോൾ നമുക്ക് ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ഹെൽപ്പ് എടുക്കേണ്ടി വരും, ഇതിന് മെഡിസിനൊക്കെ കഴിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. ഓരോ കുട്ടിയുടെയും സ്റ്റേജ് അനുസരിച്ച്, അല്ലെ അത് എത്രയും നമ്മൾ വൾണറബിളാക്കി, അല്ലെ എത്രയും വൾഗറാക്കി അതിനെ മാറ്റി അതിനനുസരിച്ച് അതിനെ തിരിച്ചു കൊണ്ടുവരാൻ ഒരുപാട് പ്രയത്നങ്ങൾ വേണ്ടി വരും. ഇതിനൊന്നും വേറെ വഴികളൊന്നുമില്ല. അതുപോലെ നമ്മൾ എല്ലാ സ്ഥലത്തും കൗൺസിലിങ്ങും ഗൈഡൻസും ഒക്കെ കൂട്ടുക. കാരണം പേരൻസ് നന്നായി ഗൈഡഡ് ആയാൽ തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് വരും. ഞാൻ ഒരുപാട് പേരൻറ്റ് കമ്മ്യൂണിറ്റിയുമായിട്ട് ഡയറക്റ്റായിട്ട് ഇടപെടുന്ന ഒരാളാണ്. ഇടപെടുന്നിടത്തൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ആ പേരൻസ് പഠിക്കാനും അവർ മാറാനും തയ്യാറായി. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കുട്ടികളിൽ മാറ്റം ഉണ്ടായി. പിന്നെ കുട്ടികളുടെ
കരിയറൊക്കെ പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. കരിയർ തന്നെ വലിയൊരു മോട്ടിവേഷണൽ ഫാക്ടറാണ്. ഒരു കുട്ടിക്കൊരു സാധ്യതയുണ്ട്, ഒരു അവസരമുണ്ട്, അവന് വളരാൻ പറ്റുമോ, അവരെന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റുമോ എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ആ കുട്ടികൾ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനായിട്ട് പറ്റും. ടീനേജ് കുട്ടികൾക്കൊക്കെ നല്ല കരിയർ ഗൈഡൻസ് കൊടുക്കണം. അവർക്ക് കുറച്ചുകൂടി ഉയർന്ന സാധ്യതകളുണ്ടെന്നും വലിയ ലഹരികളൊക്കെ അവരുടെ ജീവിതത്തിൽ കണ്ടെത്താൻ കഴിയുമെന്നൊക്കെ കണ്ടാൽ ഇതുപോലുള്ള ഈ ചെറിയ കാര്യങ്ങളുടെ പുറകിന് അവർ പോവും. നിരാശയാണ്, ഫ്രസ്ട്രേഷനാണ്, ഇപ്പോൾ ഹോപ്പ്ലെസ്നെസ്സാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ കുഞ്ഞുങ്ങൾ പോകുന്നതിൻ്റെ കാര്യം. നല്ല കാര്യത്തിനൊക്കെ അവർക്ക് കയ്യടി കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ, നല്ല കാര്യങ്ങൾക്കൊക്കെ അവർക്ക് വില കൊടുക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ, അതുപോലെ അവർ വില ചോദിക്കുന്നു ഇല്ല എന്നുള്ളതല്ല, നമ്മൾ അവർക്കൊരു വാല്യൂ കൊടുക്കുക, നമ്മളവരെ റെസ്പെക്റ്റ് ചെയ്യുക, നമ്മളവർക്കൊരു ഡിഗ്നിറ്റി കൊടുക്കുക. അവർക്ക് താഴോട്ട് പോകാൻ ഒരു തോന്നലുണ്ടാവില്ല. വിലയുണ്ടെന്ന് അവരെ തോന്നിപ്പിച്ചാൽ ആർക്കാണ് വിലയില്ലാതാക്കാൻ താല്പര്യം? അവർക്കൊരു ഡിഗ്നിറ്റി ഉണ്ടെന്ന് നമ്മൾ അവരോട് കൂടുതലായിട്ട് പറഞ്ഞു കൊടുത്താൽ ആർക്കാണ് ആ ഡിഗ്നിറ്റി കളയാൻ താല്പര്യം? നമ്മളവരെ റെസ്പെക്റ്റ് ചെയ്ത് തുടങ്ങിയാൽ അവർക്ക് പിന്നെ മോശമാകാൻ ഒരിക്കലും താല്പര്യം വരില്ല. പക്ഷെ അതിനൊക്കെ മാനസികമായി മാതാപിതാക്കൾ ഉയരേണ്ടതായിട്ടുണ്ട്. അതിനൊക്കെ ആ നിലവാരത്തിലേക്ക് അധ്യാപകർ ഉയരേണ്ടതായിട്ടുണ്ട്. ഇവിടെയൊന്നും ഒരു പരിശീലനമോ ഒരു ഗൈഡൻസോ ഒരു ട്രെയിനിങ്ങോ ഒന്നും നടക്കുന്നില്ല. ഇപ്പോഴും 20 കൊല്ലം മുമ്പുള്ള പരിപാടികൾ, ചട്ടപ്പടി പരിപാടികളുമായിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. മാറ്റങ്ങൾ വരട്ടെ. കുട്ടികളെ മാത്രം ഇങ്ങനെ ബ്ലെയിം ചെയ്ത് പോയിട്ടൊന്നും കാര്യമില്ല. കുട്ടികളൊരു വലിയ വ്യത്യാസമുള്ളൊരു ലോകത്താണ് നിൽക്കുന്നത്. ആ ലോകത്തിന് അനുസരിച്ച് മറ്റു കാര്യങ്ങളൊന്നും എക്യുപ്ഡ് ആകുന്നില്ല, മറ്റു കാര്യങ്ങളൊന്നും വളരുന്നില്ല, കുട്ടികളെ മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ കഴിയുന്നില്ല. അവിടെയാണ് ഈ ഗാഡ്ജറ്റ് അഡിക്ഷൻ്റെയും അതുപോലെ തന്നെ ഗെയിം അഡിക്ഷൻ്റെയും ഒക്കെ പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഇനി പണം കൊടുത്ത് വീട്ടിൽ നിന്ന് പണവും ഒക്കെ ആരും അറിയാതെ എടുത്ത് കളിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. പല വീടുകളിലും ഇതൊന്നും അറിയുന്നില്ല. അതൊക്കെ ഒരു ആസക്തിയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ പിന്നെ ഇതിനെയൊക്കെ ചൂഷണം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ചന്ത വളരെ സജീവമാണ്. ഇത്തരം ഈ കുട്ടികളെ ചൂഷണം ചെയ്യുന്ന സംവിധാനങ്ങളെല്ലാം വളരെ സംഘടിതമാണ്. അതിനെതിരെയുള്ള പ്രവർത്തനങ്ങളൊക്കെ വളരെ വീക്കുമാണ്. ഇവിടെയാണ് പരാജയം സംഭവിക്കുന്നത്. അപ്പോൾ കുട്ടികളെയൊക്കെ വഴിതെറ്റിക്കുന്ന വളരെ മോശമായ ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് സംഘടിച്ച് നിൽക്കുമ്പോൾ ഇവിടെ പല കച്ചവടങ്ങളും നടക്കണം. അതിൻ്റെ എല്ലാം ബലിയാടായി മാറുന്നത് കുഞ്ഞുങ്ങളും കുടുംബങ്ങളുമാണ്. അത് ആവാതിരിക്കണമെങ്കിൽ നമ്മൾ അതിനെതിരെയുള്ള പരിരക്ഷകൾ, അതിനെതിരെയുള്ള ഒരു വാക്സിനേഷൻ, അതിനെതിരെയുള്ള പ്രതിരോധങ്ങളും അതുപോലെ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ചെവിയുള്ളവർ കേൾക്കട്ടെ, കണ്ണുള്ളവർ കാണട്ടെ. ഇതിഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്.